ഇന്ന് 23/2/2026. ഞാനൊരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സംസാരിക്കാൻ വയ്യ, സ്വരമൊക്കെ അടച്ചിരിക്കുന്നു. എങ്കിലും ഒരു കാര്യം പറയാനുള്ളതിനെ കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഏകദേശം ഒരു 2 മാസം കൊണ്ടേ നമ്മൾ നവാസുക്കാടൻ ടീമിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മളെ ഈ ചാനലിൽ. 1 വർഷമായി ചാനൽ തുടങ്ങിയിട്ടെങ്കിലും ഫിഷ് വീഡിയോ തന്നെ ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഇപ്പോൾ 2 മാസം കൊണ്ട് തുമ്പയിൽ പോകും. തുമ്പയിൽ പോയിട്ട് നവാസുക്കാടൻ ടീം വിമാളിൽ നിന്ന് വലവിടാൻ വേണ്ടി വരും. അപ്പോൾ അവരുടെ വീഡിയോയാണ് ചിത്രീകരിച്ച് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് വരുമാനവും കാര്യങ്ങളൊന്നും വരാറായില്ല. പക്ഷേ എങ്കിലും നമുക്ക് അത്യാവശ്യം വരുമാനം കിട്ടി തുടങ്ങും അടുത്ത മാസം മുതലൊക്കെ. പിന്നെയെന്ന് പറയുന്നത്, നമ്മളിപ്പം തുമ്പയിൽ പോകാൻ നേരത്ത് നവാസുക്കാടൻ ടീം ഇതുവരെയും എൻ്റെ അടുത്ത് വീഡിയോ എടുക്കരുതെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. വീഡിയോ എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വേറെ എവിടെയും മീൻ എടുക്കാൻ പോകില്ല. വേറൊരു സ്ഥലത്ത് മീൻ എടുക്കാൻ പോകില്ല. രാവിലെ അവിടെ പോകും, കരമടിക്കത്തിൽ മീനുണ്ടെങ്കിൽ അതെടുക്കും, വീഡിയോ എടുക്കും, തിരിച്ചു വരും. മീനില്ലെങ്കിൽ തിരിച്ചതുപോലെ വീട്ടിൽ വരും. അങ്ങനെ 2 മാസത്തിൽ ഏകദേശം 10-15 ദിവസമാണ് കച്ചവടം ചെയ്തത്. കാരണം അത്രയ്ക്ക് മീൻ ഉണ്ടായിരുന്നുള്ളൂ കടലിൽ. അവർക്ക് അങ്ങനെ മീൻ കിട്ടിയുള്ളൂ. എന്തായാലും നമ്മളൊരാളെ സമ്മതം ഇല്ലാത്ത രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പോകത്തില്ല. അത് ആര് പറഞ്ഞാലും ശരിയാണ്. നമ്മൾ ഒരാളെ സമ്മതം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വീഡിയോ ചിത്രീകരിക്കാൻ പോകത്തില്ല. പിന്നെ ഒരാൾക്ക് തടസ്സം ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോ ചെയ്യുന്നതിൽ ഒരു തെറ്റില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അവിടെ കൂടി നിൽക്കുന്ന കുറേ ജനങ്ങളുണ്ട്. അവർ കുറേ നല്ലവരായ ജനങ്ങളും നല്ല ബാഡ് കമൻറ്റ് പറയുന്നവരും ഉണ്ടാവും. പക്ഷെ നമ്മൾ അവരെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അവർക്കൊന്നും ആർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കാൻ പോകുന്നില്ല. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്നിരുന്നാലും ഈ മീനൊന്നും കിട്ടാൻ നേരത്തെ അവിടെ കുറച്ച് അമ്മമാരുണ്ട്. അവർ പറയും ഈ വീഡിയോ എടുക്കാൻ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ടാണ് മീൻ കിട്ടാത്തത് എന്നും പറഞ്ഞ് അവരാണെങ്കിൽ ചീത്ത വിളിയാണ്. നമ്മൾ കുറേ ദിവസമൊക്കെ കേട്ടില്ല എന്നും പറഞ്ഞ് കളയും. പക്ഷെ എന്നും കേട്ടോണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. ആ പ്രതികരിക്കാൻ അറിയാത്തവനൊന്നും അല്ലല്ലോ. പിന്നെ നമ്മൾ ആ പ്രായത്തെ ബഹുമാനിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ കുറേ കച്ചവടക്കാരുണ്ട്. കാരണം എൻ്റെ പൈസയ്ക്ക് ഒരാളെ വലയിൽ കിടക്കുന്ന മീൻ എന്ത് വിലയ്ക്ക് ഇടണമെന്ന് ഞാൻ തീരുമാനിക്കും. എനിക്ക് അതിനകത്ത് എന്തെങ്കിലും വിലയ്ക്ക് എനിക്ക് നഷ്ടലാഭം ഞാനാണ് സഹിക്കുന്നത്. അല്ലെങ്കിൽ ആരും കൊണ്ട് തരുന്നതല്ലല്ലോ. നമ്മളൊരു മീനാണെങ്കിൽ എനിക്ക് എന്ത് വിലയ്ക്ക് ഇടണമെന്നുള്ള തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അല്ലാതെ അതിനിപ്പം നമ്മളിപ്പോൾ മീൻ എടുക്കുന്നതുകൊണ്ട് മറ്റൊരാൾ കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര കണ്ണുകടിയുണ്ട് കേട്ടോ അവിടെ പല ആൾക്കാർക്കും. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഭയങ്കര കുത്തുകുത്ത് വാക്കുകളൊക്കെ പറച്ചിലുണ്ട്. 1-2 കച്ചവടക്കാരൊക്കെ ഉണ്ട് അങ്ങനെ. ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെ അങ്ങനെ ആരെയും കണ്ട് ഭയക്കുന്നതിനൊന്നല്ല. കുറേ വീരവാദങ്ങളും കുറേ വെല്ലുവിളികളൊക്കെ ഉയർത്തിയിട്ടേ അങ്ങനെ പേടിച്ചോടുന്നവനുമല്ല. ചില ആൾക്കാർ എന്നെ പേടിപ്പിക്കാനൊക്കെ നോക്കുന്നു. അങ്ങ് അടിച്ചു കളയും, പിടിച്ചു കളയും എന്നും പറഞ്ഞൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെ പേടിച്ചോടുന്നിടത്തിനല്ല. പിന്നെ ഞാനേ തീരുമാനിച്ചൊരു കാര്യം എന്ന് പറയുന്നത് തുമ്പലുള്ള വീഡിയോ എടുപ്പ് നിർത്തി. അതാരെയും പേടിച്ചിട്ടൊന്നുമല്ല. എന്തെങ്കിലും കാര്യത്തിന് ഇങ്ങോട്ട് വന്നതിനെ വിട്ടുവിടുന്ന സ്വഭാവക്കാരനുമല്ല. പടച്ച ആരോഗ്യമൊക്കെ തന്നേക്കുന്നതേ ആരുടെയും തല്ലുകൊള്ളാനൊന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഭീഷണി മുഴക്കണവർ അത് കൈ വെച്ചിരിക്കുകയുള്ളൂ. അത് അവരവരുടെ കയ്യിലിരിക്കുകയുള്ളൂ. എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ പൈസ കൊടുത്ത് ഞാൻ മീൻ എടുക്കുന്നതിന് ആർക്കും അത് കണ്ണടി കൊള്ളേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അത് ആർക്കും കണ്ണടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പൈസ കൊടുത്ത് സാധനം എടുക്കുന്നതിന് ഞാൻ ചിലപ്പോൾ നഷ്ടം വരും, ലാഭം വരും. അതെൻ്റെ ഇഷ്ടം. ഞാൻ ചിലപ്പോൾ ആൾക്കാർക്ക് ചുമ്മാ കൊണ്ടു കൊടുക്കും. അതും എൻ്റെ ഇഷ്ടം. അതിൽ ആർക്കും ഒരു കണ്ണടി കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബാഡ് കമൻറ്റുമായിട്ട് വരേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെയൊക്കെ വരുന്നവരെ പേടിച്ച് പോകുന്ന സ്വഭാവമല്ല. പിന്നെ ഞാനായിട്ട് ഇനി ആർക്കും ബുദ്ധിമുട്ടുണ്ടാകേണ്ട രീതിയിൽ ഈ തുമ്പയിലെ വീഡിയോ എടുപ്പിനെ മതിയാക്കുകയാണ്. ഈ നവാസുക്കാടൻ ടീമിൻ്റെയൊക്കെ വീഡിയോ എടുപ്പിനെ മതിയാക്കുകയാണ്. നമ്മൾ അങ്ങോളം ഇങ്ങോളം എത്ര സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഒരാളായിട്ട് കൂടുതൽ അറ്റാച്ച് ആകുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ഭയങ്കര കണ്ണുകടി. മറ്റുള്ളവർക്ക് കണ്ടിരിക്കുന്നവർക്ക് കണ്ണുകടി. അപ്പോൾ അതിനെ കൊണ്ട് ഇപ്പോൾ അവർക്ക് ഇപ്പോഴും അവർക്ക് സന്തോഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത്. അവരെ കൂടെ നിൽക്കുന്നതൊക്കെ അവർക്ക് സന്തോഷമാണ്. പക്ഷേ ബാക്കിയുള്ളവരുടെ ആ ഒരു രീതി ശരിയല്ല വരുന്നതിനെ കൊണ്ട് ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഞാനാണെങ്കിൽ അവിടുത്തെ വീഡിയോ എടുപ്പ് മതിയാക്കിയാണ്. ഇന്ന് ലാസ്റ്റത്തെ വീഡിയോ എടുപ്പ്. ഇന്നവർ വന്നിട്ട് കുറച്ചെന്തോ മീനേ ഉണ്ടായിരുന്നുള്ളൂ. വണ്ടിക്ക് ഒരിക്കലുള്ള പൈസ എന്താ കിട്ടണമെന്ന് തോന്നുന്നു. അല്ല വേറെ മീനൊന്നും കിട്ടിയില്ല. 2 പാട് വില കളിച്ച്. പടച്ചവർക്ക് മീൻ കൊടുക്കും, ഇനിയും കൊടുക്കും. പിന്നെ ഞാൻ തുമ്പയിൽ വരാത്തത് ഇനി ആൾക്കാരെ പേടിച്ചിട്ടെന്ന് ആൾക്കാർ കരുതി കളയലും. മനസ്സിലായില്ലേ? ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ കാരണം. നമ്മളാരെയും പേടിക്കേണ്ട ആവശ്യമൊന്നും, നമ്മളാരെയും ദ്രോഹിക്കാത്ത കാലം വരെയും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആരുടെയും ചിലവിലല്ല നമ്മൾ ജീവിക്കുന്നത്.
ഞാൻ ജീവിക്കുന്ന ആരുടെയും ചിലവിലല്ല. കാരണം എനിക്കാരും കൊണ്ട് തന്നിട്ടല്ല ജീവിക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ടാലാണ് എൻ്റെ ജീവിതം പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ചില ആൾക്കാരുടെ കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ, 1-2 പേരുണ്ട്. അപ്പോൾ അവരിത് കേൾക്കുന്നതിന് വേണ്ടിയാണ്. നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും നാളെ ഞാൻ അവിടെ വരാതിരിക്കാൻ നേരത്തെ വിചാരിക്കും, പേടിച്ചിട്ട് പോകാതിരുന്ന് വിചാരിക്കും. അതൊരിക്കലും അല്ല കേട്ടോ. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ പടച്ചവൻ അനുഗ്രഹിച്ച് അവർക്ക് അർഹമായുള്ള ഫലം കിട്ടും. പിന്നെ ഈ മീൻ കിട്ടുന്നതും കിട്ടാത്തേക്കെന്ന് പറഞ്ഞാൽ അത് പടച്ചവൻ തരുന്നതാണ്, ദൈവം തരുന്നതാണ്. അതൊരാൾ വീഡിയോ എടുത്തെന്നും പറഞ്ഞ് ചിലപ്പോൾ അത് കിട്ടാതൊന്നും ഇരിക്കത്തില്ല. പിന്നെ അങ്ങോളം ഇങ്ങോളം, ഇപ്പോൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ദിവസവും യൂട്യൂബിൽ കാണുന്നില്ലേ, എത്ര ആൾക്കാരാണ് വീഡിയോ എടുത്ത് ചെയ്യുന്നത്. കടലിൽ പോയി കടലിലകത്തെ വീഡിയോ, കടലിലെ പുറത്തെ വീഡിയോ, മീനിൻ്റെ വീഡിയോ, ലേല വീഡിയോ. ഇത് പടച്ചവൻ തരുന്നതാണ്. നമുക്ക് ഇന്ന ദിവസം, നമ്മളൊരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു കയറാൻ നേരത്തെ പടച്ചവനാണെങ്കിൽ അർഹമായ കൂലി തരും. നമ്മൾ ആരെയും ദ്രോഹിക്കാതിരുന്നാൽ മതി. പടച്ചവൻ നമുക്കുള്ളത് കറക്റ്റായിട്ട് തന്നിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് കേട്ടോ. പിന്നെ ഇന്നത്തെ ഇപ്പം നവാസ് കടൻ ടീമിൻ്റെ വല വലിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവരെ കാണുന്ന ദിവസമൊക്കെ ഞാൻ വീഡിയോ പോയി എടുക്കും. തുമ്പയിൽ പോയി എടുക്കില്ലെന്നേ ഉള്ളൂ. തുമ്പയിൽ പോയി ഞാൻ അവർക്കൊരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് മാത്രം. അവർ വേറെ എവിടെയെങ്കിലും വലവിടാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി എടുക്കും. പിന്നെ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ആവും കേട്ടോ. ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥലം ഇല്ലാത്തത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പെരുമാത്രം മുതൽ കോവളം വരെ കിടക്കുകയില്ലേ. കരമടി വീഡിയോ ഒക്കെ നമുക്ക് ഒരുപാട് എടുക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടും. ഇന്ന് 23/2/2026, സമയം ഇപ്പോൾ 7 മണി ആവാറായി. ഞാൻ നിൽക്കുന്നത് തുമ്പാറാട്ടൊടിയിലാണ് കേട്ടോ. ഇവിടെ നവാസക്കായൻ ടീം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആദ്യം ഒരുപാട് വല വലിച്ചവർ കരയിൽ കയറി. കുറച്ച് മീനെന്തരേ ഉള്ളൂ, 10-2000 രൂപയ്ക്ക് അകത്തുള്ള മീനെന്തേ ഉള്ളൂ. മീൻ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടിനല്ലേ ഈ ചാനൽ വളർന്നു പോകത്തുള്ളൂ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അടുത്ത ഒരു വള്ളത്തിൽ വല കയറ്റിക്കൊണ്ടിരിക്കുന്നു, അടുത്ത വല വിടാൻ വേണ്ടിയിട്ടേ. പിന്നെ ഇവിടെ മീരാൻറ്റിക്കാട് വലക്കാരും വന്നിട്ടുണ്ട് കേട്ടോ. അവരും വല വിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഏകദേശം 1.5 മണിക്കൂർ എടുക്കും കരയിൽ കയറാനേ. വല വിട്ടേക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കാം എന്തുണ്ടോ നോക്കാം. പടച്ചവനുഗ്രഹിച്ച് എന്തുണ്ടോ നോക്കാം. ജയിലിക്ക് കുറേ അവിടെ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പിടിക്കുക. അത് മീൻ നല്ല മീൻ പറിക്കുമ്പോൾ നവാസാക്കട രണ്ടാമത് വല കയറ്റിയിട്ട് വല വിട്ടിട്ടുണ്ട് കേട്ടോ. പടച്ചവനുഗ്രഹിച്ച് എന്തെങ്കിലും മീനുണ്ടാകും നോക്കാം.